അറിവിൻ്റെ ലോകം എന്ന് പറയുന്നത്. അതിനോട് ഞാനതാണ് പാഷനേറ്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അങ്ങനെ നമ്മൾ പോകണം. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് കുറേ പരിപാടികളുണ്ട്. യുവൽ നോവ ഹരാരി എന്ന് പറയുന്ന എഴുത്തുകാരെ കേട്ടിട്ടുണ്ടോ? ഹോമോ സേപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് എഴുതിയ ആളാണ്. അത് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള മനുഷ്യ വംശത്തിന്റെ ചരിത്രമാണ്. അതേ രണ്ടാമത് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹോമോ ഡിയോസ്, ഭാവിയെക്കുറിച്ചാണ്, മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചാണ്. എന്താ പറയുന്നത്? അതിൽ മെഡിക്കൽ സയൻസിന്റെ ഒരു കാര്യം മാത്രം അദ്ദേഹം പറയുന്നു. അത് പറയാം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് എത്രയായിരുന്നു? ശരാശരി ലൈഫ് സ്പാൻ 30-35 വയസ്സ്. ഇപ്പോഴോ 70-75 വയസ്സ്, ഇരട്ടിയായി. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആൾക്കാരെന്നറിയാം, ജപ്പാനിലെ സ്ത്രീകൾക്കാണ്. 87.5 ആണ് ആവറേജ്. ഒന്ന് അന്വേഷിക്കണം, ശ്രദ്ധിക്കുക. ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ആയുസ് കൂടാനുള്ള കാരണം എന്താണ്? 87.5 ആണ് ജപ്പാനിലെ സ്ത്രീകൾക്ക്. അപ്പൊ ജനറലി ഇരട്ടിയായി അല്ലേ? എന്തുകൊണ്ടാണ് ഇരട്ടിയായത്? മെഡിക്കൽ സയൻസിന്റെ വളർച്ച. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾക്ക് എന്താ മരിക്കാൻ കാരണം? നെഞ്ചുവേദന വന്ന് പോയെന്ന് പറയും. ഇപ്പൊ നെഞ്ചുവേദന വന്നാലോ ഡോക്ടർ ട്രെഡ്മില്ലിൽ ഓടിക്കും ഇല്ലേ, ECG എടുക്കും, ആൻജിയോഗ്രാം എടുക്കും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് സർജറി നടക്കും, ഒരാഴ്ച കഴിയുമ്പോൾ പോകാൻ പറയും. ഇതിനേതെങ്കിലും ചെയ്താൽ ഇല്ലേ? ഒരു ജോലിക്ക് പോകും, ഒരാഴ്ച കഴിയുമ്പോൾ ഒരു 99.99 സക്സസ്സാണ്. വളരെ അപൂർവം കേസാണ് സക്സസ് ആവാത്തത്. അപ്പോൾ വേറൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് എത്രയാണ്? വല്ല ഐഡിയ ഉണ്ട്? 160-നും 180-നും വയസ്സിനിടയിലായിരിക്കും. അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതി എന്ന ഐസക്കിന് മനസ്സിലൊരു വിചാരം. 160-നും 180-നും വയസ്സ്. എന്താ കാര്യം? മെഡിക്കൽ സയൻസ് വളരുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അവിടെ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ കാറ് കയറ്റുമ്പോൾ കാറ് സ്കാൻ ചെയ്യുന്ന പോലെ നമ്മളെ സ്കാൻ ചെയ്യും.